പരമാവധി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്നേരം പറയാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് 20,000 സബ്സ്ക്രൈബറായി. 20K സബ്സ്ക്രൈബർ. അത് നിങ്ങളോട് പങ്കെടുക്കണം. നിങ്ങൾ എല്ലാവരും കഠിനാധ്വാനത്തിൻ്റെ നിങ്ങളെല്ലാവരും ആ സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും ആ ഒരു നന്ദി നിങ്ങളോട് എനിക്ക് പറയണമെന്ന് വളരെ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇന്ന് നല്ലൊരു അതിരത്തി സന്തോഷമായത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊന്ന് അറിയിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്രവരെ എനിക്ക് കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്തതും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ കൃഷി എൻ്റെ എല്ലാ ചാനലും 4 മാസമേ ആയിട്ടുള്ളൂ. ഈ 20-ാം തീയതി വന്നാൽ 4 മാസമേ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ 4 മാസത്തിലടക്കം നിങ്ങൾ എനിക്ക് 20,000 സബ്സ്ക്രൈബർ എനിക്ക് തന്നത് നിങ്ങളെ യൂട്യൂബ് ജനങ്ങളാണ്. അതുകൊണ്ട് ആ ജനങ്ങളോട് എനിക്ക് എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന അവരോട് നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. അവരോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. അവരോടുള്ള ആ ഒരു പെരുമാറ്റവും അവരെ കമൻറ്റും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ ഏതാനും ചുരുങ്ങിയ ഒരു 4-5 പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടാലും വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റൊന്നും വന്നിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തിടത്തോളം ഫലപ്രദം തന്നെയാണ്. എന്ത് കൃഷീൻ്റെ എല്ലാ കാര്യം ചെയ്തിടത്തോളം തന്നെ ഫലപ്രദമായിട്ട് തന്നെയാണ്. എല്ലാ ഇതും ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും അനുഭവമാണ്. എൻ്റെതും ശരിക്കും എനിക്ക് നല്ലൊരു അനുഭവത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ എനിക്ക് എല്ലാവരോടും കടപ്പെട്ടിട്ടുള്ള ഞാൻ എല്ലാവരും എന്നെ മേലോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ ഓരോ ദിവസം കഴിയുന്നതിന് എന്നോട് സ്നേഹം കൂടുതൽ കൂടുകയെന്ന് ഞാൻ എല്ലാ കാര്യത്തിനും ഞാൻ പിന്നെ നിങ്ങളെ അറിയിക്കാതെ നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് 10K ആയത് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്നിപ്പം ഒരു 20K ആയി എന്ന് പറയുമ്പം എനിക്ക് നല്ല ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളെല്ലാം എന്നും മുമ്പത്തെ പോലെ തന്നെ എന്നെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇതെൻ്റെ ഇന്നത്തെ പച്ചക്കറി വിളവെടുപ്പാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് അത്രയും പറയാൻ ഇതെല്ലാം എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എന്നും ഞാൻ ഇടുന്ന കൃഷികളും മറ്റുള്ളതും അന്നേരം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുക. എന്നെ കഴിയുന്ന അറിവുകളും വിവരങ്ങളും ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ നിങ്ങളെ ആ ഒരു ഊർജ്ജവും നിങ്ങളെ ആ ഒരു കമൻറ്റും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഇതിന് താല്പര്യം തോന്നിപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. പക്ഷേ എന്നാലും എനിക്ക് പിന്നെ ഇവരെ കമൻറ്റും കാര്യങ്ങളും ആ അമ്മ എന്നുള്ള ഒരു വിളിയും ആ ഒരു സ്നേഹത്തോടുള്ള പെരുമാറ്റവും ഓരോരോ കാര്യത്തിൽ നിങ്ങളെന്താ അങ്ങനെയല്ലേ ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഒരു എന്നാന്ന് പറയേണ്ടതെന്ന് അറിയെങ്കിൽ എനിക്ക് ഓരോരാളും എല്ലാവരും ഉണ്ട്. ഈ 20,000 ആൾക്കാരും എന്നെ സ്നേഹിച്ചവർ തന്നെയാണ്. അതിലുള്ളത് അതിൽ കൂടുതലാണെന്ന് പറയുമെങ്കിൽ ഒരു 4-5 ആൾക്കാരാണ്. അതും എതിർക്കാൻ അത് വെറുതെ ഇട്ടു എന്ന് മാത്രമല്ല, അത് അതിനായിട്ട് നിൽക്കുന്നവരാണെന്ന് അവർ പറഞ്ഞു. നിങ്ങളത് കീർത്തിക്കണ്ട. ഞാനൊരു പ്ലാവിൻ്റെ ഇത് പരീക്ഷിച്ച് നോക്കിയതാണ്. അങ്ങനെയെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ട് തന്നെയാണ് ഉള്ളത്. എല്ലാ കാര്യവും പരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യവും ചെയ്ത് ഞാനത് പരീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പരീക്ഷിച്ച് നോക്കും. എനിക്കത് അനുഭവത്തിൽ കൂടി വരുന്നുണ്ട്. അതെല്ലാം ഞാൻ എല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. എന്നും തന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യും. ഞാനത് പിന്നെ ഇവിടെ തന്നെ ഞാൻ എന്തൊക്കെയോ പരീക്ഷിച്ച് വിജയിക്കാത്തതുമുണ്ട്, വിജയിച്ചതുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ സ്ഥലത്തിൻ്റെയും നമ്മളെ വളത്തിൻ്റെയും നമ്മളെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ കാലാവസ്ഥേൻ്റെതും ഉണ്ടാവും. നമുക്ക് ഇവിടെ ചൂട് കാലാവസ്ഥ കൂടുതലാണ്. ഇപ്പം പച്ചക്കറി കൃഷിക്കെല്ലാം നമുക്ക് ഇവിടെ അത്ര കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നല്ല വെയിലുള്ള കാലാവസ്ഥയായിരിക്കണം, വെയിലുള്ള സ്ഥലമായിരിക്കണം. തണലത്ത് നമുക്ക് കൂടുതൽ കായ് അനുഭവങ്ങൾ കിട്ടില്ല, കുറയും. അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ നോക്കി ചെയ്താൽ മാത്രമേ നമുക്കതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് പിന്നെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഞാൻ അതേപോലെ കോളിഫ്ലവറും പിന്നെ കേബേജും നട്ടിട്ട് അത് അതിൻ്റെ ഉള്ളിലായിപ്പോയിന്. ഇതിൻ്റെ എല്ലാം ഉള്ളിലായതുകൊണ്ട് ചോലയിലായതുകൊണ്ട് ഒന്നും വിജയിച്ചിട്ടില്ല. 2 കേബേജ് ഉണ്ട്. അത് ചിലപ്പോൾ പൂക്കൊന്നും അല്ലെങ്കിൽ തക്കാളിയെല്ലാം അതിൻ്റെ ഉള്ളിലായിപ്പോയിന്. അതെടുത്ത് വേറെ ഒരു വെക്കാൻ സ്ഥലമില്ല. പിന്നെ എനിക്ക് എടുത്തിട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇക്കൊല്ലം പിന്നെന്ന് വെച്ചാൽ എനിക്ക് അത്ര കൂടുതലായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് വിൽക്കാൻ കൊണ്ടു നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ കാലിൻ്റെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ വിൽപ്പനക്കാരനായിട്ട് തന്നെ ഞാൻ ചെയ്യും. ഇത്ര വരെയും ഞാൻ വിൽപ്പനക്കാരനാണ്. എനിക്ക് ഒരാൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ എങ്ങനെ ഉണ്ട്. എനിക്കിപ്പം തീരെ പണിയെടുക്കാൻ കഴിയില്ല. കാലിൻ്റെ വേദന കൂടെ കൂടുതലായി. 2 മാസം കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്കത് ഓപ്പറേഷൻ ചെയ്യാൻ നേരിച്ചിട്ടാണ് നിൽക്കുന്നതിനും ആൾ വേണ്ടേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരണങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോൾ എന്നും നിങ്ങൾ എന്നെ നെഞ്ചിലേറ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും. നിങ്ങൾ എനിക്ക് നേടിത്തന്ന മുഴുവനും നിങ്ങളാണ്. എനിക്ക് വേണ്ടി ഒന്നും തന്നില്ല. ഞാനിപ്പോൾ വീഡിയോ ഇട്ടാലും കഷ്ടപ്പെട്ടിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാനില്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എനിക്ക് നേടിത്തന്ന ഈ ഇത്തിരി പിന്നെ
20,000 സബ്സ്ക്രൈബർ നിങ്ങൾ തന്നത് നിങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഇന്നും നിങ്ങൾ എനിക്ക് തരുന്നതും ഇന്നും നിങ്ങൾ ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, നിങ്ങൾ ദൈവാനുഗ്രഹവും നിങ്ങളെ പ്രാർത്ഥനയും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി നാളെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇത് നിങ്ങളൊന്ന് അറിയിക്കണം തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഇത് അറിയിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി, നമസ്കാരം. പിന്നെ ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.